ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്തപ്പോൾ വളരെ വിഷമത്തോടെയാണ് ചെയ്യുന്നത്. ബട്ട് നൗ വി ആർ ഡൂയിങ് ഇത് കുറേയും കൂടെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ആൻഡ് ഒൺലി റീസൺ വി ആർ ഡൂയിങ് ഇസ് എനിക്കല്ല, പക്ഷേ പ്രിയയ്ക്ക് ഐ തിങ്ക് സോ ഒരു കൈയും കണക്കും ഇല്ലാതെ അത്രയും മെസ്സേജസ് ആണ് ഈ ഫൈബ്രോമയാൽജിയയുടെ പ്രിയ ബെറ്റർ എൻക്വയറീസും പ്രിയ ബെറ്റർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ബെറ്റർ ആയിന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. സോ അതെങ്ങനെയാണ്, അങ്ങനത്തെ പല ചോദ്യങ്ങളും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ എന്താണ് ഫൈബ്രോമയാൽജിയ അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ഉള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ്ലി ക്യൂർ അല്ല, വ്ളോഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ ഫൈബ്രോമയാൽജിയ. സോ അത് കാണാത്തൊരു അത് കണ്ടു നോക്കുക. നമ്മൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ലിങ്ക് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ വ്ളോഗ് കാണാം. അല്ലെങ്കിൽ അതല്ലാതെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ റോഡ് ടു റിക്കവറി ആൻഡ് ഹൗ വി ആർ ഓൺ ദ വേ ടു ഗെറ്റ് ബെറ്റർ ആൻഡ് വി ഗോട്ട് ബെറ്റർ. ഫുള്ളി റിക്കവർഡ് ആയില്ലെങ്കിലും വി ആർ ഓൾ ഫീലിംഗ് മച്ച് ബെറ്റർ. കാരണം കുറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്തവർക്ക് ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല എന്നാണ് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് പലരും പല ടൈപ്പ് ഓഫ് ഫൈബ്രോമയാൽജിയ ഉണ്ട്. ഇറ്റ് ഈസ് അനദർ വേർഷൻ ഓഫ് ആർത്രൈറ്റിസ് ആക്ച്വലി. പക്ഷേ ഇത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് മെയിൻ കോസ് ആൻഡ് ദ ഡയറ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റും ആണ് മെയിൻ കോസ്. ഹെറിഡിറ്ററി ആയിട്ടും വരാം. അപ്പോൾ പലവർക്കും പലതാണ് കാരണങ്ങളും റീസൺസും വേദനകളും പല ടൈപ്പാണ് വരുന്നത്. സോ ചിലവർക്ക് ഭയങ്കര സിവിയർ ആയിരിക്കും, ചിലവർക്ക് അത്രയും സിവിയർ ആയിരിക്കില്ല. അപ്പോൾ ഇപ്പം എൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു, സിവിയർ ആയിരുന്നു. പക്ഷേ ഞാനൊരു ഡോക്ടറെ മറ്റേ എന്ത് ഡോക്ടറാണത്, മറ്റേ നമ്മളന്ന് കണ്ട ഡോക്ടർ വി റൂട്ട്സ് എന്ന് പറഞ്ഞ അങ്ങനെയല്ല. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയയ്ക്ക് ഇനീഷ്യലി ഇതിൻ്റെ ഏറ്റവും സിവിയർ സ്റ്റേജിൽ പോയി. ഏറ്റവും സിവിയർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര പെയിൻ ആയിരിക്കും. ലൈക്ക് ത്രൂ ഔട്ട് ദ ബോഡി ഭയങ്കര പെയിൻ ആയിരിക്കും. ഓൾമോസ്റ്റ് ലൈക്ക് യു വിൽ ബി ത്രൂ ഔട്ട് ഇൻ ബെഡ്. അങ്ങനത്തെ ഒരു സിവിയർ സ്റ്റേജ് ആയിരിക്കും. ആൻഡ് ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട്സിലൊന്നും കാണില്ല. ബ്ലഡ് റിസൾട്ട്സ്, യൂറിൻ റിസൾട്ട്സ്, സ്കാൻസിൽ ഒന്നും കാണില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു റീസൺ പെയിൻ അറിയുള്ളൂ, പക്ഷേ റീസൺ അറിയില്ല. സോ പ്രിയക്ക് ഏറ്റവും എക്സ്ട്രീം സ്റ്റേജിൽ പോയില്ലെങ്കിലും അത്യാവശ്യം ഭയങ്കര ഒരു ഇന്റൻസ് സ്റ്റേജിൽ തന്നെയായിരുന്നു. ഭാഗ്യം, അതെ. സോ നമുക്കിത് എന്താ സംഭവം എന്ന് ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ്ങിലേ തന്നെ കൺസൾട്ട് ചെയ്ത് ക്യൂർ ചെയ്താൽ ബെറ്റർ ആകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് വച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വേഴ്സ് ആവുന്നത്. അത് വേഴ്സായി വേദന കൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആവുന്നത്. ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ പലവരും പല ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മുടെ ഈ കമന്റ് സെക്ഷനിൽ ഞാൻ വ്ളോഗിൽ എടുത്ത് നോക്കിയാൽ യോഗ ചെയ്യുക, പലരും പല ഒപ്പീനിയൻസും പറഞ്ഞു. ഞാൻ അവർക്ക് ബെറ്റർ ആയത് നമുക്ക് വർക്ക് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വല്ല നീഡിൽ തെറാപ്പിയോ അക്യുപഞ്ചറോ മസാജസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലോ യോഗയോ തൈച്ചിയോ എന്താണെങ്കിലും, ഇഫ് ദാറ്റ് ഇസ് വർക്കിംഗ് ഫോർ യു, ഇനി വീഡിയോ കാണണ്ട, അത് ഫോളോ ചെയ്താൽ മതി. ഞാൻ എന്താ ചെയ്തു മെയിൻലി വ്ളോഗ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പേര് എന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, മഗ്നീഷ്യം എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾ മഗ്നീഷ്യം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മഗ്നീഷ്യം ടാബ്ലറ്റ് എടുക്കുന്നോണ്ട് കുറച്ച് ബെറ്റർ ആണ് എന്ന്. പക്ഷെ എന്റെ മഗ്നീഷ്യം ലെവൽ ഭയങ്കര ലോ ആയിരിക്കാം, അതുമാതിരി ആയിരിക്കില്ല നിങ്ങളുടെ. അപ്പൊ എനിക്ക് മഗ്നീഷ്യം എടുത്തപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കും ബെറ്റർ ആവണം എന്നില്ല മഗ്നീഷ്യം എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് എന്നോട് മഗ്നീഷ്യത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ആർക്കും ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരോട് പറയുന്നത് ഡോക്ടറെ കാണൂ. ആൻഡ് കുറേ പേര് എന്നെ സജസ്റ്റ് ചെയ്തത് ഡോക്ടർ ഷെനോയിനെയാണ്. അപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമുക്ക് പരിചയമുള്ള കുറെ പേര് പോയി കണ്ടിട്ട് അവർക്ക് ക്യൂർ ആയിട്ടുള്ളവരും ഉണ്ട്. ക്യൂർ അല്ല, ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഇതിനൊരു പെർമനന്റ് ക്യൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഡയബറ്റിക്കും അതുപോലൊക്കെ തന്നെ ക്രോണിക് ഡിസീസ് പോലെ 100% ക്യൂർ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീണ്ടും സ്ട്രെസ് ഇൻഡ്യൂസ് ആയി കഴിഞ്ഞാലോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ വരാം. അല്ലെങ്കിൽ ഇത് ഒരു മാനേജ്മെന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആക്ച്വലി എന്റെ അമ്മേനെ വരെ ഡോക്ടർ ഷെനോയുടെ അടുത്ത് വിട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അത് ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും ഇപ്പോൾ ഷീസ് അണ്ടർ ട്രീറ്റ്മെന്റ് but she's feeling better, she said. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയിട്ടില്ല ഡോക്ടറിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ എന്തായാലും പോകുന്നതായിരിക്കും ഉടനെ.
പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് നോക്കി നിങ്ങൾ ഫോളോ ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസോ ഏത് ടൈപ്പ് ഓഫ് ഫൈബ്രോമയാൾജി ആണെന്ന് ഡോക്ടേഴ്സിന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഒരു അനാലിസിസ് വെച്ച് ഞാൻ നിൽക്കുന്നത്, ആദ്യമേ ഞങ്ങൾ ഈ വി റൂട്ട്സ് എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ പോയി. അവർ ആക്ച്വലി എന്തോ ഒരു ബയോ ഹാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അവർ കൂടുതൽ സപ്ലിമെന്റ്സ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മറ്റേ ക്യൂർമിൻ ടീ, പിന്നെ ക്യൂർക്കുമിൻ ട്രീ, അതുപോലെ തന്നെ ഒരു ടൈപ്പ് സ്പെഷ്യൽ കോഫി ആൻഡ് കുറെ സപ്ലിമെന്റ്സ്, മാഗ്നീഷ്യം സപ്ലിമെന്റ്സ്, അങ്ങനത്തെ രീതിയിൽ മെഡിസിൻസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. സോ അത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും നോക്കിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് പറയുന്നുള്ളൂ. സോ ആർക്കും ഇത് റെക്കമെൻഡേഷനും അല്ല, അല്ലാതെ സജഷനും അല്ല, ഒന്നുമല്ല. ജസ്റ്റ് ഞങ്ങൾ ഫോളോ ചെയ്ത പാത്ത് ഞങ്ങൾ കാണിക്കുവാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ആർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഡോക്ടർ ഷെണായിനെയാണ്. കാരണം അത്രയധികം ആൾക്കാരാണ് ഈ ഡോക്ടർ ഷെണായിനെ കുറിച്ച് അല്ലെങ്കിൽ പോയിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, എനിക്ക് പരിചയമുള്ളവർ വരെ എന്നെ കണ്ട് ഡോക്ടർ ഷെനായുടെ അടുത്ത് പോയിട്ട് റിസൾട്ട് കിട്ടി. പ്രിയനേക്കാൾ വേഴ്സായിരുന്നു എൻ്റെ കണ്ടീഷൻ, പക്ഷേ ഡോക്ടർ ഷെനായുടെ അടുത്ത് പോയിട്ടാണ് എനിക്ക് ബെറ്റർ ആയത്. ഇപ്പം എന്നെ കണ്ടില്ലേ, പ്രിയ എന്തായാലും പോകണം എന്ന് പറഞ്ഞ് എന്നെ 3-4 പേര് എനിക്ക് പരിചയമുള്ളവർ കൂടെ എൻ്റെ അടുത്ത്. എന്നിട്ട് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ വരെ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയ വരട്ടെ. ഡോക്ടറിനെ നിങ്ങൾക്ക് പോണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് പോകും. അത്രയും റഷാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് കിട്ടാനും പാടാണ്, ബിക്കോസ് ഇത്രയും റഷും വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് കൊണ്ട്. സോ ഇത് രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇത് രണ്ടും കൂടെ ചിലപ്പോൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾക്ക് അത്യാവശ്യം ക്യൂർ കിട്ടും. അതുകൂടാതെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. എനിക്ക് പിന്നെ തോന്നുന്നത് പ്രിയയുടെ ഒരു ഏറ്റവും വലിയൊരു ഡിസിപ്ലിൻ ഫുഡാണ്. നമ്മൾ ഇപ്പം ഞാൻ നന്നായി എക്സസൈസ് ചെയ്യും. ഞാൻ 2 hours ഒക്കെ എക്സസൈസ് ചെയ്യും, എനിക്ക് കുറേ ഓടാം, എല്ലാം ചെയ്ത് ഗെയിംസ് കളിക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ഐ ക്യാൻ ഡു. പക്ഷെ എനിക്ക് അൺലെസ് ഐ എം സൂപ്പർ മോട്ടിവേറ്റഡ് എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ പ്രിയയ്ക്ക് എന്തൊക്കെയാണെങ്കിലും രാത്രി പ്രിയ ഹോം മെയ്ഡ് ഫുഡാണ് കഴിക്കുന്നത്. രാവിലെ ഒന്നും കഴിക്കുന്നില്ല, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് പ്രിയ ചെയ്യുന്നത്. സോ ഈ രാത്രിയിലത്തെ ഒരു പ്രിയയുടെ ആ ഫുഡിൻ്റെയും പിന്നെ പ്രിയ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സും എല്ലാം കൂടിയായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ റിക്കവറി ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. കാരണം അത്രയും അൺലെസ് വി ആർ ട്രാവലിംഗ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈയിടെയായിട്ട് ട്രാവൽ കുറച്ചപ്പോ വീട്ടിലത്തെ ഫുഡ് കഴിച്ചത് കൊണ്ടിട്ടാണ് എനിക്ക് കുറച്ച് ബെറ്റർ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, അവിടെ നല്ല ഹെൽത്തി ഫുഡൊക്കെ കിട്ടും, പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതെ, പക്ഷെ അങ്ങനത്തെ ഫുഡും പിന്നെ ലൈഫ് സ്റ്റൈല് മൊത്തം ചേഞ്ച് ചെയ്യല്ലേ, വീട്ടിൽ നിൽക്കുന്നതും ട്രാവൽ ചെയ്യുന്നതും. അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കൂടെ യോഗയുണ്ട്. രാത്രി പ്രിയ കഴിക്കുന്നത് ഈ ഓവർനൈറ്റ് ഓട്സ് ഭയങ്കര ഹെൽത്തി ഒരു ഫുഡാണ്. എപ്പോഴും വീട്ടിൽ മാക്സിമം കഴിക്കാൻ നോക്കുള്ളൂ. വീട്ടിലുണ്ട് സാധാരണ ഫുഡ് തന്നെ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. ചോറും കഴിക്കാറുണ്ട് ഉച്ചയ്ക്ക്. അങ്ങനത്തെയൊക്കെയാ ചോറ് എനിക്ക് ഭയങ്കര വീക്ക്നെസ്. ഞാൻ ചോറ് കഴിക്കാറുണ്ട്, ചോറ് കഴിക്കില്ല എന്ന് വിചാരിക്കണ്ട, ചപ്പാത്തി എല്ലാം കഴിക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ക്രേവിങ് വരുന്നത് ബിരിയാണിയോടാണ് കൂടുതലും. ഓക്കെ, അല്ല അപ്പൊ പറഞ്ഞു വന്നത് മെയിനായിട്ട് ഈ രാത്രിയിലത്തെ പ്രിയയുടെ ഫുഡ് ഇസ് വെരി ന്യൂട്രിയൻ റിച്ച്. എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഒരു ഹെൽപ്പായിട്ടുണ്ട്. ഈ ഓവർനൈറ്റ് ഓട്സ്, കുറച്ച് നട്ട്സ്, ചിയ സീഡ്സ് അങ്ങനത്തെ ഇട്ടുള്ള കുറച്ചൊരു ഭയങ്കര ഒരു ഹോൾസം മീലായിട്ടാണ് കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഒരു നേരം എങ്കിലും നിങ്ങൾക്ക് എല്ലാ നേരവും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ നല്ലതാണെങ്കിൽ ബെറ്റർ. പക്ഷെ ഒരു നേരം തന്നെ ഇതുപോലത്തെ ഒരു നല്ലൊരു മീല് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ അതും നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താന്ന് ചോദിക്കുമ്പോ രാത്രിയിലത്തെ ഞാൻ പറയാം, രാത്രി കഴിക്കുന്നത് അത് കൊണ്ടിട്ട് ഫൈബ്രോമയാൾജി മാറണം എന്നല്ല ഞങ്ങള് പറയുന്നത്, നമുക്ക് വർക്ക് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. രാത്രി ഓവർനൈറ്റ് ഓട്സ്, അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീക്ക് യോഗേർട്ട്, വാൾനട്ട്സ്, ചിയ സീഡ്സ് അത് ഞാൻ രാത്രിയും കഴിക്കാറുണ്ട്, അത് ചിലപ്പോൾ ഉച്ചയ്ക്കും കഴിക്കാറുണ്ട്. അത് ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് ടൈം എപ്പോഴാണോ കിട്ടണ പോലെ ചിലപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കഴിക്കാൻ കൊതി തോന്നി ഞാൻ ചോറ് കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് രാത്രി എനിക്ക് മീലൊന്നും വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഓവർനൈറ്റ് ഓട്സ് കഴിക്കും. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെന്താ, മെഗ്നീഷ്യം ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കാറുണ്ട്, വൈറ്റമിൻ സി റിച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കാറുണ്ട്.
എന്തായാലും ഡയറ്റ് എനിക്കൊന്ന് ഇതിലെ ഒരു മെയിൻ ഘടകമാണ്. ഏറ്റവും മെയിൻ. നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും അധികം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡയറ്റ് തന്നെ നല്ല രീതിയിൽ ഈ ന്യൂട്രീഷ്യസ് ആൻഡ് ഇങ്ങനെ ഈ മിനറൽ റിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ്. ആൻഡ് പിന്നെ ഉള്ള ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ മാക്സിമം കറക്റ്റ് ചെയ്യാൻ തന്നെ നോക്കുക. കാരണം സ്ലീപ്പിംഗ് ടൈമിലാണ് നമ്മുടെ സെൽസും എല്ലാം റിക്കവർ ആവുന്നത്, എല്ലാം എനിക്ക് തോന്നുന്നു ക്യൂർ ആവുന്ന ഒരു ടൈം, റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കുന്ന ഉറങ്ങുന്ന ടൈമാണ്. സോ ഉറക്കത്തിനാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ മെഗ്നീഷ്യവും അതൊക്കെ കഴിക്കുന്നത്. മെഗ്നീഷ്യം കഴിക്കുന്നത് ഉറക്കത്തിനാണ്, രാത്രി തന്നെയാണ്. പിന്നെ മസിൽ റിക്കവറിയും മെഗ്നീഷ്യം നല്ലതാണ്. മെഗ്നീഷ്യം ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് എല്ലാവരും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉറക്കത്തിന്റെ സൈക്കിള് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫൈബ്രോമൈൽജിയ ഉള്ളവർക്ക് അത് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടതും അത് തന്നെയാണ്. ലൈക്ക് ഗോ ടു ബെഡ്, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആക്കാൻ നോക്കുക. ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ്. ഇതിപ്പോ ഈ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ ഷെനോയിനെ കാണുമ്പോൾ ഡോക്ടർ ഷെനോയ് അല്ല, ഇനി അത് ഫൈബ്രോമൈൽജിയ കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഡോക്ടറെ കാണുകയാണെങ്കിൽ അവർ ആദ്യം സ്ലീപ്പ് സൈക്കിളാണ് കറക്ഷൻ ചെയ്യാൻ നോക്കുക. ദേ ഗിവ് എ മെഡിസിൻ, യു ഹാവ് ടു ഹാവ് ദാറ്റ് ബൈ 8 o'clock, ബൈ 9-10 ആകുമ്പോൾ യു വിൽ ഫീൽ സ്ലീപ്പ്. അങ്ങനെയാണ് ആദ്യം ആ സ്ലീപ്പ് സൈക്കിൾ ഓക്കെ ആക്കിയിട്ട് അവർ ഫുൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഫൈബ്രോമയാൾജിയ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓഫ് ഇങ്ങനെ ഉണ്ട്, അത് അറിഞ്ഞാലേ അതനുസരിച്ചിട്ട് ആ റൂട്ട് കോസ് നോക്കിയിട്ടാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ തൈറോയിഡ് ഉള്ളവർക്ക് ചിലപ്പോൾ തൈറോയിഡ് ഫ്ലക്ച്വേഷൻ കാരണം, ഹോർമോണൽ ഇൻബാലൻസ് കാരണവും ഇത് വരാം. സോ ഇതിൻ്റെ കൗണ്ട് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അല്ലാതെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെടുക്കുന്നുണ്ട് അതെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളത് കഴിച്ച കൊണ്ട് ഉടനെ മാറണം എന്നില്ല. എപ്പോഴും ഫസ്റ്റ് ഞാൻ ഡോക്ടറെ കാണാനേ പറയുള്ളൂ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തിട്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എക്സസൈസും ഡയറ്റും ഒക്കെ ഡോക്ടർ തന്നെ പറഞ്ഞുതരും. എന്താ ഈ കുട്ടിക്ക് ഇതാണ് ബെറ്റർ, ഈ കുട്ടിക്ക് ഇതാണ് ബെറ്റർ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞുതരും. അതനുസരിച്ച് ഫോളോ ചെയ്യുക. എനിക്ക് അപ്പോൾ ഏറ്റവും വലിയ സജഷൻ പറയാനുള്ളത്, നിങ്ങളിപ്പം നമ്മളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബറിലോ ഇൻഫ്ലുവൻസറോ അങ്ങനെ വരെ കണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. ഇതിനെക്കുറിച്ച് വിവരവും ഞങ്ങൾ അതാണ് റോഡ് മാപ്പ് മാത്രം പറയുന്നത്. ഈ ഡോക്ടറെ കണ്ടു നോക്ക്, ഈ ഡോക്ടറിനെ കണ്ടു നോക്ക്, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ബാക്കി ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, നിങ്ങളോട് ഇപ്പോഴും പറയാം അത് ഫോളോ ചെയ്യരുത്. ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയാവുന്ന ഒരു ഇന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ പോയി കണ്ട്, ഈവൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയോ അല്ലെങ്കിൽ യോഗയെ കൂടെ മാത്രം ക്യൂർ ആവുന്ന ആരെങ്കിലും പറഞ്ഞാലും ഡോണ്ട് ഡു ഓൾ ദാറ്റ്. പ്രൊഫഷണലി പോയി കാണ്, സോ ദാറ്റ് യു ക്യാൻ നമുക്ക് ആ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ലെറ്റ് ദാറ്റ് ബി. പക്ഷെ എപ്പോഴും ഒരു നല്ലൊരു പ്രോപ്പർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് പെയിൻ ഉണ്ട്, ഉറക്കമില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ഇത് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം, പെയിൻ ഉണ്ട്, ഡീമോട്ടിവേറ്റഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ടൈറ്റ്നെസ് ഉണ്ട്, ബോഡി പെയിൻ ഉണ്ട്, ചുമ്മാ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊക്കെ വലിയൊരു സിംറ്റം തന്നെയാണ് കേട്ടോ ഇത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും കുറച്ചുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ഇതുപോലെ ഒരു ഡോക്ടറിനെ പോയി കണ്ടു നോക്ക്. ആൻഡ് മോസ്റ്റ്ലി ഇതിൽ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഫിസിഷ്യൻസ് ഇപ്പോൾ കുറേയും കൂടെ അവയർനെസ് വന്നിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ നോർമൽ ഡോക്ടേഴ്സ് ആൻഡ് ഫിസിഷ്യൻസ് ഇതിനെ ഡിസ്മിസ് ചെയ്യും. ഒന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മെന്റൽ ഹെൽത്തിനുള്ള എന്തെങ്കിലും മറ്റേ ആങ്സൈറ്റി പിൽസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തരും. പക്ഷെ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഇതിനെക്കുറിച്ച് ട്രീറ്റ് ചെയ്ത ഈ ഫൈബ്രോമൈൽജിയ ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിന്റെ ഒരു അവയർനെസ്സും ഇതിലൊരു വലിയ വിഷയമാണ്. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു തിങ്. ഷീസ് ഗെറ്റിംഗ് മച്ച് ബെറ്റർ. ആൻഡ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് അസുഖം പക്ഷേ ഇറ്റ്സ് എ കണ്ടീഷൻ, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് വെൻ വി ഗെറ്റ് ബെറ്റർ, ശരിക്കും ഇറ്റ്സ് സച്ച് എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു ടോട്ടലി ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ വരുന്ന പോലെ തന്നെയാണ് നമുക്കിത് മാറിക്കഴിയുമ്പോൾ. കാരണം കോസും എന്താണെന്നറിയില്ല, ആ സമയത്ത് നമുക്ക് ബെറ്റർ ആകുമ്പോൾ അയ്യോ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നോ ഞാൻ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പിന്നെ സ്ട്രെസ്സും കൂടി ഉണ്ട് കേട്ടോ. സ്ട്രെസ് ഒരു ട്രിഗർ ഫാക്ടർ. ഇത് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ പെയിന്റെ ബോഡി കൂടും. നമ്മൾ ആക്ച്വലി മെസ്സേജ് ചെയ്ത ആൾക്കാരിൽ ഒരുപാട് പേര് ഹൈ പ്രൊഫൈലിൽ ബിസിനസ് ചെയ്യുന്നവരും അങ്ങനത്തെ ലോയേഴ്സ്, പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വളരെ സ്ട്രെസ്ഫുൾ എൻവയൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് സോ അല്ല സ്ട്രെസ്
ഇസ് ആക്ച്വലി a മെയിൻ കോസ് അതെ ഇത് ഒരു വലിയ കോൺട്രിബ്യൂട്ടർ ആണ് ഈ ഫൈബ്രോമയാൽജിയുടെ. സോ അതും മാനേജ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ ചെയ്യുക. സോ ദിസ് വാസ് അവർ പാർട്ട് ടു റിക്കവറി. ആൻഡ് നമുക്ക് എന്തായാലും ഡോക്ടർ ഷെനായി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, വി റൂട്ട്സ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ദാറ്റ് ഓൾസോ. കാരണം ഇതിലൊരു എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ കുറവുണ്ട്, ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതാ ഞാൻ പറയാറ്. അതല്ല ഇത് ചെയ്തപ്പോൾ ചിലർക്ക് യോഗ ചെയ്യുമ്പോൾ വേദന കൂടി, ജിമ്മിൽ പോയതുകൊണ്ട് വേദന കൂടി, അങ്ങനെ വരുമ്പോൾ ചെയ്യാതിരിക്കുക, വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതൊക്കെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെ പറയാൻ പറ്റും. സോ ഓക്കെ, ജസ്റ്റ് ഒരുപാട് പേരുടെ എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാണ്. ആൻഡ് ഇനി നമുക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഫൈനൽ സ്റ്റേജിൽ ഇനി എപ്പോഴെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? സോ ദാറ്റ് ഫുൾ ഓക്കെ പ്രിയ മറ്റേ സമ്മർ സോൾട്ട് ഒക്കെ ചെയ്ത് സ്പൈഡർമാനെ പോലെ നിന്ന് ഐ എം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. സോ അതിനുവേണ്ടി ആൻഡ് ഐ എം വിഷിംഗ് റിക്കവറി ഫോർ എവ്രി വൺ ഹൂസ് സഫറിങ് ഫ്രം ദിസ് ഹൊറിബിൾ ഒരു അൺഫോർച്ചുനേറ്റ് കണ്ടീഷൻ എന്ന് തന്നെ പറയാം. ആൻഡ് ഇനി എന്തായാലും നമുക്ക് കുറേ യാത്രകളുണ്ട്, കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചൈനയിലേക്കൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഇപ്പോഴേക്ക് വരാറുണ്ട്. എക്സിബിഷൻ വരുന്നുണ്ട് December 6th and 7th നമ്മുടെ അവന്യൂ സെൻറ്ററിൽ നമ്മുടെ OH ഫ്ലീ മാർക്കറ്റ് വരുന്നുണ്ട്. സോ അതിനും എല്ലാവരും വരണം. ആൻഡ് അങ്ങനെ കുറേ ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് മെനി മോർ ഗുഡ് വ്ളോഗ്സ് ആൻഡ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. ബൈ.